സഭ ചേരലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്പീക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. എത്താമെന്ന് ഗവർണർ വാക്കുകൊടുക്കുന്നു. സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മന്ത്രിമാരും മുഖ്യമന്ത്രിയും MLA-മാരും ഒക്കെ വന്നിരിക്കുന്നു. ഗവർണർ കാറിൽ വരുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പൂച്ചെണ്ട് വാങ്ങുന്നു. മുഖത്തോട്ട് നോക്കാതെ ചിരിക്കാതെ ഗൗരവത്തിൽ അകത്തേക്ക് കയറി വരുന്നു. ആരെയും അഭിസംബോധന ചെയ്യാതെ, ഒരു പാർട്ടിക്കാരുടെയും മുഖത്ത് പോലും നോക്കാതെ, ചിരിക്കാതെ അദ്ദേഹം തൻ്റെ കസേരയിൽ പോയിരിക്കുന്നു. ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വരികൾ മാത്രം വായിച്ചുകൊണ്ട് 6 മിനിറ്റ് കൊണ്ട് എല്ലാം പൂർത്തിയാക്കി ഗവർണർ സഭ വിട്ട് ഇറങ്ങിപ്പോകുന്നു. എന്താണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയപരമായ ഒരു മുതലെടുപ്പ് സഭയ്ക്കുള്ളിൽ നടത്താമെന്നാണോ? ഒരു ഗവർണറുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട ചെയ്തികളായിരുന്നില്ല അന്ന് സഭയിൽ നടത്തിയതെന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളോട് പറയുന്നു. അദ്ദേഹം ഇരിക്കുന്ന ആ ഭരണഘടനാ സ്ഥാനമുണ്ട്, ഗവർണർ എന്ന സ്ഥാനം. ഭരണഘടനാപരമായി അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനൊരു പ്രാധാന്യമുണ്ട്. അത് ഗവർണർ പദവിയാണ്. അതിന് അതിൻ്റെതായ ഒരു മഹിമയുണ്ട്. ആ സ്ഥാനത്തിന് ചേരുന്ന പ്രവൃത്തിയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ചെയ്തത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സഭയെ ഉപയോഗപ്പെടുത്തുന്നു ഗവർണർ എന്ന തരത്തിലാണ് MV ഗോവിന്ദൻ മാഷിന്റെ കടുത്ത ആരോപണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഗവർണർ കുറെ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ സ്ഥാനം അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലല്ല എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരങ്ങൾ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് കേസ് തന്നെ നിലവിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം ഭരണഘടനാപരമായി പ്രസംഗം നിയമസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ആ രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം. അതൊരു സാങ്കേതികമായ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്നും കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. MV ഗോവിന്ദൻ മാഷ് പറയുന്നത് കേവലം സഭയിൽ നടന്ന വിഷയത്തെ മാത്രമല്ല ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തേണ്ടത്. അതിന് തൊട്ടുമുമ്പ് നിരവധി പ്രശ്നങ്ങൾ നടന്നു. സർവകലാശാലയെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നൽകുന്ന ബില്ലുകൾ ഒപ്പുവെക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം പുതിയ മന്ത്രിമാരെ സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിൽ ചായ സൽക്കാരത്തിന് പോലും നിൽക്കാതെ, മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ, ചിരിക്കാതെ, രാഷ്ട്രീയപരമായ ഒരു മര്യാദയും സ്വീകരിക്കാതെ കടുത്ത ദേഷ്യവും രോക്ഷവും കാട്ടി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഇറങ്ങിപ്പോകുന്നു. അത്തരത്തിൽ തനിക്ക് കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളെയും യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ കോഴിക്കോടിന്റെ നഗരവീതിയിലൂടെ നടന്നതടക്കം തന്റെ എല്ലാ ചുവടുകളും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഗവർണർ അത്തരത്തിലുള്ള ഒരു നാടകം തന്നെയാണ് നിയമസഭയിലും കാട്ടിയതെന്ന് പറയുകയാണ് MV ഗോവിന്ദൻ മാഷ്. ഭരണഘടനാപരമായി അദ്ദേഹത്തിന്റെ ഒരു ചുമതല അത് വന്ന് വെറുതെ അവസാന വരിയും വായിച്ച് പോവുകയാണ് ഗവർണർ. അല്ലാതെ തന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ചെയ്യുകയല്ല അദ്ദേഹം. ആ പദവിയിലിരിക്കാൻ അയോഗ്യനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് വ്യക്തമാക്കുകയാണ് MV ഗോവിന്ദൻ മാഷ്. അതിനോടൊപ്പം തന്നെ ഒരു താക്കീതും നൽകുന്നുണ്ട് MV ഗോവിന്ദൻ മാഷ്. അവ്യക്തമായ ഒരു താക്കീത്, എന്നാൽ വ്യക്തമായ താക്കീത്.
ഗവർണറുടെ പണി ചെയ്താൽ മതി, അല്ലാതെ രാഷ്ട്രീയപരമായ കളികളൊന്നും സഭയ്ക്കുള്ളിൽ നടത്തേണ്ടതില്ല എന്ന ഒരു തെളിഞ്ഞ മറുപടി നൽകുകയാണ് എം വി ഗോവിന്ദൻ മാഷ്. രാഷ്ട്രീയ കേരളത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം സൃഷ്ടിക്കണമെന്ന തികഞ്ഞ ഉദ്ദേശത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നാടകീയകരമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് തീർച്ചയാക്കുകയാണ് എം വി ഗോവിന്ദൻ മാഷ്.